സോ ഹലോ വാട്സപ്പ് ഗായ്സ്, ഇറ്റ്സ് ബ്ലാസ്റ്റേഴ്സ് ഫയർ. സോ ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യണേന് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിങ്ങനെ തുള്ളിച്ചാടുകയാണ്. കാരണം ഇതിനെപ്പറ്റിയൊരു വീഡിയോ ഇടാൻ എൻ്റെ മനസ്സിങ്ങനെ വെമ്പുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം ഗൈസ്, നമുക്കെല്ലാവരും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള മാഗ്നം സ്പോർട്സ് അവർ പുറത്തായിരിക്കുകയാണ്. നമ്മുടെ കാത്തിരിപ്പുകൾ അവസാനിച്ചു. മാഗ്നം പുറത്ത്, പകരം ഒരു വലിയ ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞു. മാഗ്നം പോകാൻ പോവുകയാണ്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ അറിയിക്കുമെന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഒഫീഷ്യലാവും കാര്യങ്ങൾ എന്നുള്ള ഒഫീഷ്യലി നമുക്ക് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഇമോഷനുകളെ ഊറ്റിക്കുടിച്ച മാഗ്നം എന്ന തെണ്ടികളുടെ കമ്പനി ഔട്ടായിരിക്കുകയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്ത് അവരുണ്ടാവില്ല. നമ്മളെ വെറും എന്താ പറയുക, ഫാൻസിന് വെറും പുല്ല് വില നൽകിയവരാണ് നമ്മുടെ മാനേജ്മെൻറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ്. എന്നാൽ ഇവരെ പുറത്താക്കിക്കൊണ്ട് ഒരു പുതിയ മാനേജ്മെൻറ്റ് വരാൻ പോകുന്നു, ഒരു പുതിയ ഇൻവെസ്റ്റേഴ്സ് വരാൻ പോകുന്നു. ആരാധകർക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത, ഇനി ഈ മാഗ്നം ഉണ്ടാവില്ല. പക്ഷെ വിഷമിപ്പിക്കുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ അബീക് ചാറ്റർജി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവിടെ തന്നെ തുടരുമെന്നുള്ളതാണ്. ഇനിയിപ്പം പക്ഷെ നല്ല ഇൻവെസ്റ്റേഴ്സാണ് വരുന്നതെങ്കിൽ ഈ പ്രശ്നമൊന്നും വലിയ കാര്യമായിട്ട് പേടില്ല. എന്നാൽ മാഗ്നത്തെ പോലെയുള്ള ഇനിയും വാഴകളാണ് വരുന്നതെങ്കിൽ പ്രശ്നമാവും. അത് ഞാൻ ഒരിക്കലും ഈ സീസൺ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം കഴിഞ്ഞ സീസൺ നമുക്കതിനെ പറ്റിയിട്ട് പറയാം, അൺസർട്ടനിറ്റി ഉണ്ടാകുന്നത്. ഇത്തവണ എന്ത് അൺസർട്ടനിറ്റി? IFF ഓൾറെഡി അറിയിച്ചതാണ് ISL ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാകാത്ത ഈ നമ്മുടെ മാഗ്നത്തിന് ആകെ പറ്റുന്നത് സാധനം എന്താ പറയുക, ബിസിനസ്സും പറ്റില്ല, ഫുട്ബോളും പറ്റില്ല. ഇവർക്കാകെ പറ്റുന്ന ഒരു സാധനമുണ്ട്, അത് PR ആണ്. ഈ PR വെച്ച് ആൾക്കാരെ പറ്റിക്കുന്ന എൻ്റെ അമ്മോ, എന്തോന്ന് PR-ടാ. ക്ലബ്ബ് പൂട്ടിപ്പോവും, അല്ലെങ്കിൽ ക്ലബ്ബ് അടിച്ച് പൂട്ടും, ക്ലബിൻ്റെ ലാസ്റ്റ് മാച്ചാണ്, മറിച്ചത് മയിലാണ് പണ്ടാറാണ് എന്നൊക്കെ പറഞ്ഞ് ക്ലബ്ബ് നഷ്ടത്തിലോടുന്നു. ഈ ക്ലബിനെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറക്കിയാണ് ഈ പരനാറികൾ. ഞാൻ പറയട്ടെ, ISL ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നവന്മാർ, അല്ലെങ്കിൽ ISL ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് ഈ മാനേജ്മെൻറ്റാണ്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ സീസണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് ഈ മാഗ്നമാണ്. സോ ഈ മാഗ്നമാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങൾക്ക് വേണ്ട. എന്തുവാ ഇത് പോലും തിരിച്ചറിയാൻ പറ്റാത്തവന്മാരാണ് നമ്മുടെ ആരാധകർ എന്നുള്ളതാണ്. അവരെ പറ്റിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം PR നറേഷനുകൾ അങ്ങനെയാണ്. ഞാൻ പറയട്ടെ, പ്രമുഖ പല മാധ്യമങ്ങളും ഈ മാഗ്നത്തിൻ്റെ എന്താ പറയുക, ഒത്താശക്ക് വേണ്ടിയിട്ട് കുനിഞ്ഞു കൊടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അവർക്കായിട്ട്. അങ്ങനെയുള്ളവരാണ് ഈ PR നരേഷനുള്ളത്. ഈ PR നരേഷൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളവരാണ് നമ്മുടെ മീഡിയക്കാർ. അത് ആ ചാനലിൻ്റെ പേരൊന്നും പറയാൻ എനിക്ക് മടിയുള്ളതുകൊണ്ടല്ല, എന്നാൽ പോലും ഞാൻ പറയുന്നില്ല തൽക്കാലം. ഒരു പ്രമുഖമായൊരു TV ചാനലാണ്, ന്യൂസാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച്, ക്ലബിൻ്റെ അവസാന മത്സരമാണെന്ന് വരുത്തി തീർത്തു. ആരാധകരുടെ മനസ്സിൽ എന്താ പറയുക, ഒരു ഇമോഷണൽ വിത്തിട്ട് കൊടുക്കുന്നത്. അത് മാഗ്നത്തിന് ഡയറക്റ്റ് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം മീഡിയ ഒന്നൊരു ഹാൻഡിൽ കൊടുക്കും. അതായത് ഞാൻ പറഞ്ഞ പ്രമുഖമായ കുറേ മീഡിയകളുണ്ട് അതിൽ, നമ്മൾ കാണുന്ന പല മീഡിയകളും. അവരൊക്കെ പാടി ചേർന്നിട്ട് ഈ നറേഷൻ ക്രിയേറ്റ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടിപ്പോകാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടത്തിലൂടെ ഓടുന്ന ഈ മാഗ്നം അതിനെ പിടിച്ച് എങ്ങനെയൊക്കെയോ മാഗ്നം ധീരമായി, മാഗ്നം ഹീറോ ആണ്, മാഗ്നം മറ്റേതാണ്, മറിച്ചതാണ്, തന്തയാണ്, മറ്റേതാണ് ഇങ്ങനെ നറേഷനുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഈ ക്ലബിനെ രക്ഷിച്ചവരാണ്. ഞാൻ ഒരു കേട്ടെ, അത് വിശ്വസിക്കാൻ കുറേ മണ്ടന്മാരും. കൃത്യമായ ഫാക്റ്റ് ചെക്ക് ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാകും. കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോം ചെയ്തിട്ടുള്ള 13 വർഷങ്ങളായി. സോ അത് ഫസ്റ്റ് തൊട്ട് കാണുന്നവർക്ക് അത് കത്തും, ഇവന്മാരുടെ ഈ കോപ്രായം. മനസ്സിലായോ? അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ക്ലബ്ബ് പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞ സമയത്ത് കുറേ അമ്മാവന്മാർ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു.
അതിപ്പം ഫാൻസിൻ്റെ പ്രൊട്ടസ്റ്റ് കൊണ്ടാണ്. ഫാൻസ് എന്താ പറയുക ടീം എപ്പോഴും കണ്ടിന്യൂസ് ആയി തോൽക്കുന്നതുകൊണ്ട് ഈ ഫാൻസ്, ഈ ലോയൽ അല്ലാത്ത ഈ ഫാൻസ് അല്ലെങ്കിൽ സ്റ്റേഡിയം ബോയ്ക്കോട്ടൊക്കെ ചെയ്തതിന് കാരണം ക്ലബിന് നഷ്ടമുണ്ടായി. ക്ലബ്ബ് അതുകൊണ്ട് പൂട്ടിപ്പോയി. എൻ്റെ പൊന്നോ, എന്തുവാ മാമന്മാരെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സത്യത്തിൽ ഈ ക്ലബിനെ നശിപ്പിക്കുന്നത് നമ്മുടെ മാനേജ്മെൻ്റ് ആയിരുന്നു. ആ മാനേജ്മെൻറ്റ് എന്തായാലും ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. സോ ഹാപ്പി ആവുക. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സൈനിങ്സ് പ്രതീക്ഷിക്കാം. ISLൻ്റെ കാര്യമൊക്കെ കൺഫേം ചെയ്യാണ്ട് ISL നടക്കുമായിരിക്കും. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനി റെഡി ആവാനുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ഡേറ്റ് ഒക്കെ കിട്ടും. പിന്നെ ജംഷഡ്പൂർ കളിക്കില്ല എന്നുള്ള കാര്യമാണ്, അതും കൂടിയാണുള്ളത്. സോ അത്രയേ ഉള്ളൂ. പുതിയ എന്താ പറയുക ഓണേഴ്സ് മിക്കവാറും മറ്റേ യൂസഫ് അലിയുടെ മരുമകൻ ആയിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. സോ ആവട്ടെ, എന്തായാലും കേരളത്തിനോട് പാഷനുള്ള ആരെങ്കിലും തന്നെ വരട്ടെ. അത്യാവശ്യം റിച്ചായിട്ടുള്ള പൈസ നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെ വരട്ടെ. ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം, പിഷ്കത്തരം കാണിക്കരുത്. സോ മേഘനത്തെ പോലെ ആവാതിരിക്കട്ടെ. ബൈ.